ഗോപാല, കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ടോ ഫോൺ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. ഓഹോ, അങ്ങനെയോ? ഓഹോ, അങ്ങനെയോ? നാദരൂപിണിയല്ല, ഇത് ബാധരൂപിണിയാ. താനെന്തൊരു ഉടായിപ്പാടോ? അളിയനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വാഗതം ചെയ്യുമ്പോ ഇങ്ങോട്ട് വരല്ലെന്ന്. സ്വാഗതമല്ല, സാധകല്ലേ? അത് പിന്നെ നമ്മുടെ കണ്ടനാളങ്ങളിൽ നിന്നും സ്വരങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാണല്ലോ, അതുകൊണ്ട് സ്വാഗതം എന്നും പറയാം. എന്നാലും തെറ്റേതാന്ന് ചമ്മയിച്ചേരരുത്. ചമ്മയിക്കൂല. അളിയന് സംഗീതത്തെ പറ്റി എന്തെങ്കിലും അറിയാമോ? അതന്നെ ഞാൻ ചോദിക്കുന്നേ. നിങ്ങൾക്ക് ശരിക്കും സംഗീതത്തെ പറ്റി എന്താ പിന്നാക്കറിയാം? സംഗീതം അടുക്കും തോറും അകലുന്ന മഹാസാഗരം. ആ അകലം എനിക്ക് മനസ്സിലായി. അളിയൻ ഇവിടെയും സംഗീതം യൂറോപ്പിലുമാണല്ലോ. അളിയ അതല്ല, സംഗീതം എന്ന മഹാസാഗരത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ആ സാഗരത്തിന്റെ പരിസരത്ത് എവിടെങ്കിലും ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ അതിനകത്ത് പിടിച്ച് മുക്കിയാനെ. എടോ, സംഗീതം എന്ന് പറഞ്ഞാൽ ഒരു പുഴയാണ്, കൊക്കയാണ്, കായലാണ്. കായലൊന്ന് ഉറപ്പിക്കണോ? കുളം ഫിക്സ്. താ സംഗീതം പാടിയാതെ കുളമായിക്കോളും. എടോ, താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്ക് എന്റെ ഷെയർ വേണം. അളിയ, ഇന്നലെ വാള് വെച്ച് മുതൽ ഷെയർ ഇടുന്ന പരിപാടി ഞാൻ നിർത്തി. അയ്യേ, അതല്ല. ഇത് കണ്ടോ? കോടതി നിന്ന് കിട്ടിയ ഓർഡറാ. ഇതിൽ ഒപ്പിട്ടിട്ട് താനും തന്റെ ഫാമിലി ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഒഴിഞ്ഞേരണം. അളിയ, ഒന്ന് പതിയെ പറ. ആരെ വരെ തളർന്നു കിടക്കുന്ന ഒരു അമ്മൂമ്മ ആ വീട്ടിനകത്തുണ്ട്. ഇപ്പൊ പാട്ട് പാടിയത് അമ്മൂമ്മയെ പാട്ടുപാടി ഫിസിയോതെറാപ്പി ചെയ്യുന്നതാ. ഇപ്പൊ അമ്മൂമ്മയുടെ അരവരെയല്ലേ തളർന്നിട്ടുള്ളൂ. ഈ പാട്ട് കേട്ടാ ഇനി എഴുന്നേക്കേ ഇല്ല. സംഗീതം കൊണ്ട് നമുക്ക് ഏത് അസുഖവും മാറ്റാണോ? ഉദാഹരണത്തിന് തന്റെ തലയ്ക്ക് സുഖമില്ലെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് എന്റെ തലയ്ക്ക് സുഖമില്ല, പക്ഷെ ശരിക്കും നിന്റെ തലയ്ക്ക് സുഖമില്ലാത്ത. അളിയ, സംഗീതം കൊണ്ട് അളിയന് ഏത് അസുഖവും മാറ്റാൻ പറ്റും. ഇപ്പം ഞാനൊരു പാട്ട് പാടിത്തരാം. അത്രയ്ക്കും വലുതറിയാണോ? അയ്യോ, ഞാനിപ്പൊ പാടിയതാണ് സപ്തസ്വരങ്ങൾ. പക്ഷെ തന്റെ വായിന്ന് വരുന്നത് ചത്ത സ്വരങ്ങളാ. ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. തനിക്ക് ഫിസിയോതെറാപ്പിയുടെ ഫീൽ അറിയണമെങ്കിൽ ആ കണ്ണൊന്ന് അടയ്ക്കാവോ? അടയ്ക്കാം. ചന്ദനമണി വാതിൽ പാതി ചാരി. ഈ പാട്ട് കേട്ട വാതിൽ പാതിയല്ല, മുഴുവനായിട്ട് അടച്ചിട്ട് അവർ ലോക്ക് ചെയ്തിട്ട് പോകണോ? പറഞ്ഞിട്ട് കാര്യമില്ലടോ. ആദ്യം പോയി കർണാട്ടിക് സംഗീതം പഠിച്ചിട്ട് വാ. ആദ്യം താൻ ഇവിടുത്തെ സംഗീതം പഠിക്കുക, എന്നിട്ട് തന്നെ സംസ്ഥാനത്തോട്ട് പോയാൽ മതി. പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, തന്നെ എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കാൻ പോവാ. അതിന് മുന്നേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. തനിക്ക് ശരിക്കും സംഗീതത്തെ പറ്റി എന്തെങ്കിലും അറിയോടോ? എടോ, സംഗീതം അരച്ചു കളിക്ക് കുടിച്ച ഒരു മഹാപ്രതിഭയാണോ ഞാൻ. ചുമ്മാതല്ല, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ സാ പോയത്. ഏത് വഴി? ആ വഴി. അളിയാ, എന്താ വിളിച്ചേ? അളിയാന്ന്. താൻ മളമള സംസാരിച്ചോണ്ടിരിക്കാതെ ഇതിൽ ഒപ്പിട്ടായിരുന്നുണ്ടോ? തറ കിടക്കുന്ന അപ്പിയൊക്കെ കോരാൻ തന്നെ വിളിക്കുന്നു. ഓ, ഇത് അതിനെ വിളിക്കുന്നതല്ല, എന്നെ തെറി പറയാൻ വിളിക്കുന്നതാ. ഒരൊറ്റ ഫിസിയോതെറാപ്പി അങ്ങ് വെച്ച് തന്നാണ്ടല്ലോ. തന്നോട് ഞാൻ മര്യാദക്ക് ഇത്ര നേരം പറഞ്ഞു ഈ വീട് ഇട്ടോ ഇങ്ങനെ. ഇനിയും താൻ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ആളുകളൊക്കെ വിളിച്ചോട്ടി തന്നെ ഇറക്കും കേട്ടോ. അളിയാ, ഞാൻ ഇറങ്ങാം. അതിനു മുമ്പ് ഇത്രയും കാലം ഞാൻ ഈ പാടിയ തറവാട്ടിൽ നിന്ന് എനിക്ക് അവസാനമായിട്ട് നമുക്കൊന്ന് കൂടിയിട്ട് പിരിയാം. ഇരിക്കുക. ശ്വാസം മുട്ടി പാടുകയായി ഈ ഗാനം ഒഴുക്കുകയായി വീണ്ടും. കാർത്തിക സൂര്യ. അടിയാ, പാട്ട് മാറിപ്പോയി. സാമദ്രോഹിണിയാണടാ പോടാ, സാമദ്രോഹിണിയാണടാ പോടാ. നീ
പറ്റുമോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആ കിടക്കുന്ന അമ്മമ്മക്കല്ല ഫിസിയോതെറാപ്പി വേണ്ടത്, നിനക്കാ വേണ്ടത്. അളിയാ